എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ ക്ലാസ്സാണ്. 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന CBSE ആയാലും സ്റ്റേറ്റ് സിലബസ് ആയാലും ഏത് സിലബസിൽ പഠിക്കുന്ന കുട്ടികളായിരുന്നാലും അവർക്ക് ഉപകാരപ്പെടുന്ന ഇംഗ്ലീഷ് ഗ്രാമർ ടോപ്പിക്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുറേയധികം അമ്മമാരുടെ റിക്വസ്റ്റാണ് ഈ ക്ലാസ്സുകൾ ഉൾപ്പെടുത്താൻ കാരണം ഇപ്പോൾ ട്യൂഷന് പോയി പഠിക്കാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ അമ്മമാരെല്ലാം ടീച്ചേഴ്സ് ആവുന്ന ഒരു വിഷമത്തിലാണ് എല്ലാ ആൾക്കാരും. അതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ, കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ സിമ്പിളായിട്ട് ക്ലാസ് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പഠിക്കുന്നവരാണെങ്കിലും ഇതിനകത്തുള്ള ഓരോ പോയിൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആയി തന്നെ നോട്ട് ചെയ്ത് പഠിക്കാം. ആദ്യത്തെ ക്ലാസ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റിനെ പറ്റിയാണ്. സബ്ജക്റ്റ് വേർബ് കോൺകോഡ് എന്ന് പറയും. അതായത് സബ്ജക്റ്റിനനുസരിച്ച് വേർബിന് എന്ത് മാറ്റമാണ് വരേണ്ടത്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബ് സിംഗുലർ ആയിരിക്കും, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബ് പ്ലൂറൽ ആയിരിക്കും. ഇങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. സബ്ജക്റ്റും വേർബും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ് അഥവാ കോൺകോഡ് എന്ന് പറയുന്നത്. ഇതിന് ഒരു റൂൾ മാത്രമല്ല ഉള്ളത്, ഒരുപാടധികം റൂൾസ് ഉണ്ട്. സബ്ജക്റ്റ് പറയും ഞാൻ സിംഗുലറാണ്, വേർബും സിംഗുലർ തന്നെ ആയിരിക്കണം. അപ്പോൾ സബ്ജക്റ്റ് പറയുന്നതിനനുസരിച്ച് വേർബും വേർബ് പറയുന്നതിനനുസരിച്ച് സബ്ജക്റ്റും ഇരിക്കുന്ന ഒരു എഗ്രിമെൻറ്റിനെയാണ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ആദ്യമായി നമുക്ക് പഠിക്കാനുള്ളത് റൂൾ 1, സിംഗുലർ സബ്ജക്റ്റ് ആൻഡ് സിംഗുലർ വേർബ്, പ്ലൂറൽ സബ്ജക്റ്റ് ആൻഡ് പ്ലൂറൽ വേർബ്. സിംഗുലർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ഒരാൾ മാത്രമേ ഉള്ളൂ. ഒരു സെൻറ്റൻസിനകത്ത് ഒരാൾ മാത്രമേ സബ്ജക്റ്റ് ആയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. അതിൻ്റെ കൂടെ എപ്പോഴും സിംഗുലർ വേർബ് മാത്രമായിരിക്കും. ഹീ പ്ലേസ് ഫുട്ബോൾ. ഹീ പ്ലേസ് ഫുട്ബോൾ എന്ന് പറയുന്നതിനകത്ത് എന്താണ് വേർബ്? പ്ലേസ് ആണ് വേർബ്. എന്തുകൊണ്ടാണ് പ്ലേസ് വരുന്നത്? ഹീ ഒരു സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ പ്ലേസ് എന്ന് പറയുന്നത് മാത്രമായിരിക്കും വരുന്നത്. പ്ലേയും പ്ലേസും വ്യത്യാസമാണ്. പ്ലേ എന്ന് പറയുന്നത് പ്ലൂറൽ വേർബും പ്ലേസ് സിംഗുലറുമാണ്. എസ് ചേർത്തു എന്ന് വിചാരിച്ചിട്ട് പ്ലൂറൽ എന്ന് വിചാരിക്കരുത്. പ്ലേസ് സിംഗുലർ വേർബാണ്. അതേപോലെ തന്നെ ഷീ സിങ്സ് വെൽ. ഷീ സിങ്സ് വെല്ലിനകത്ത് സബ്ജക്റ്റ് ഏതാണ്? ഷീ ആണ് സബ്ജക്റ്റ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വേർബ് സിംഗുലർ വേർബായിരിക്കണം. ഷീ സിങ്സ് വെൽ. ഇനിയുള്ളത് പ്ലൂറൽ നൗണും പ്ലൂറൽ വേർബും ആണ്. നമ്മുടെ സെൻറ്റൻസിനകത്ത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ് വരുന്നതെങ്കിൽ ദേ പ്ലേ ഫുട്ബോൾ, ദേ പ്ലൂറൽ ആണ്. ദേ പ്ലേ ഫുട്ബോൾ, ദേ പ്ലൂറൽ ആയതുകൊണ്ടാണ് പ്ലേ വന്നത്. അല്ലെങ്കിൽ എസ് കൂടി ചേർത്ത് പ്ലേസ് ആയേനെ. അപ്പോൾ ദേ പ്ലേ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ദേനനുസരിച്ചായിരിക്കും ആ വേർബ് വരേണ്ടത്. ഗേൾസ് സിങ് വെൽ. ഗേൾസ് ഒന്നിൽ കൂടുതലുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് സിങ് എന്ന് പറയുന്ന പ്ലൂറൽ വേർബ് വന്നിരിക്കുന്നത്. അപ്പോൾ സിംഗുലർ വേർബും പ്ലൂറലിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയാൽ മതി. കൂടുതൽ ആൾക്കാർ ഇതിനെപ്പറ്റി കമൻറ്റ്സ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തുടക്കം മുതലുള്ള ബേസിക് ക്ലാസ്സസ് കൂടി ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും പഠിച്ചുള്ളൂ നമ്മൾ. വളരെ സിമ്പിളായിട്ടുള്ള ആദ്യത്തെ റൂള്, സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വേർബും പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വേർബും. അടുത്ത രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് എയ്തർ ഓർ, നെയ്തർ നോർ, ന്യൂട്രലി ബട്ട് ഓൾസോ, ഓർ. ഈ 4 കോമ്പൗണ്ട് വേർഡ്സ് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യാനുള്ളത്? ഓർ അല്ലെങ്കിൽ നോറിന് അടുത്ത് വരുന്ന സബ്ജക്റ്റ് മാത്രമേ നോക്കാവൂ. അതായത് നമ്മുടെ ഏത് വേർഡ്സ് ആണോ ഉള്ളത്, എയ്തർ ഓറാണോ, നെയ്തർ നോറാണോ, ഓറാണോ, ന്യൂട്രലി ബട്ട് ഓൾസോ, ഈ 4 എണ്ണത്തിനകത്ത് ഏതാണോ വരുന്നത് ഇത് മുഴുവനായിട്ടും വെട്ടിക്കളയുക. അതായത് ഇത് മുഴുവനായിട്ടും ഇഗ്നോർ ചെയ്ത് കളയുക. ഇതിന് ശേഷം വരുന്ന സബ്ജക്റ്റ് മാത്രം കൺസിഡർ ചെയ്യുക. അതാണ് എയ്തർ ഓറും നെയ്തർ നോറും ഓറും ന്യൂട്രലി ബട്ട് ഓൾസോയും വരുന്ന നമ്മുടെ രണ്ടാമത്തെ റൂൾ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എയ്തർ ദ ബോയ്സ് ഓർ ദ ഗേൾ ഡാഷ് ബ്രോക്കൺ ദ ഗ്ലാസ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. എയ്തറും വന്നിട്ടുണ്ട്, ഓറും ഉണ്ട്. എയ്തർ ദ ബോയ്സ് ഓർ ദ ഗേൾ. ഈ റൂൾ അനുസരിച്ച് ഓറിന് ശേഷം വരുന്ന സബ്ജക്റ്റ് മാത്രമേ നോക്കാവൂ. ഇത് കണ്ടുപിടിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ചെയ്യേണ്ടത് എയ്തർ മുതൽ ഓർ വരെ ഉള്ള വാല്യൂസ് വരയിട്ട് കളയുക. അതായത് കട്ട് ചെയ്ത് കളയുക. എയ്തർ ദ ബോയ്സ് ഓർ, ഇത് മുതൽ എയ്തർ മുതൽ ഓർ വരെയുള്ള സെൻറ്റൻസ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കളയുക. ബാക്കിയുള്ളത് മാത്രം നോക്കിയാൽ മതി. ദ ഗേൾ ഡാഷ് ബ്രോക്കൺ ദ ഗ്ലാസ്. ഗേള്
മാത്രമാണ് ഇതിനകത്തുള്ള സബ്ജക്റ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ദ ഗേൾ ഹാസ് ബ്രോക്കൺ ദ ഗ്ലാസ്. ഗേൾ സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഹാസ് ബ്രോക്കൺ ദി ഗ്ലാസ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എയ്തർ ദ ബോയ്സ് ഓർ ദ ഗേൾ ഡാഷ് ബ്രോക്കൺ ദ ഗ്ലാസ്. എന്ത് ചെയ്യും? ഓറിന് മുന്നേ വരെയുള്ളത് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കളയുക. എയ്തർ ദ ബോയ്സ് ഓർ ദ ഗേൾസിൽ ആ ഗേൾ മുതലായിരിക്കും. ദ ഗേൾ ഹാസ് ബ്രോക്കൺ ദ ഗ്ലാസ്. അത്രയും മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. നെയ്തർ ദ ബോയ് നോർ ദ ഗേൾസ് ഡാഷ് ബ്രോക്കൺ ദ ഗ്ലാസ്. ഇവിടെ എന്താ ചെയ്യേണ്ടത്? നെയ്തർ മുതൽ നോർ വരെയുള്ള വാല്യൂസ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കളയുക. നെയ്തർ മുതൽ ബോയ് നോർ വരെയുള്ള ആ സെൻറ്റൻസ് മുഴുവനായിട്ട് കട്ട് ചെയ്യുക. ബാക്കി എളുപ്പമല്ലേ? ദ ഗേൾസ് ഡാഷ് ബ്രോക്കൺ ദ ഗ്ലാസ്. ആൻസർ എന്താ? ഹാവ് ബ്രോക്കൺ ദ ഗ്ലാസ്. വളരെ എളുപ്പമല്ലേ? അടുത്തൊരു എക്സാമ്പിൾ. ദ ഹസ്ബൻഡ് ഓർ വൈഫ് ഡാഷ് റെസ്പോൺസിബിൾ ഫോർ ദസ്. എന്താ ചെയ്യാനുള്ളത്? ഹസ്ബൻഡ് ഓർ, ആ ഓർ വരെയുള്ള വാല്യൂസ് കട്ട് ചെയ്ത് കളയുക. ഹസ്ബൻഡ് ഓർ കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കിയുള്ള സെൻറ്റൻസ് എന്താ? വൈഫ് ഡാഷ് റെസ്പോൺസിബിൾ ഫോർ ദിസ്. വൈഫ് സിംഗുലർ അല്ലേ? വൈഫ് സിംഗുലർ ആയതുകൊണ്ട് തന്നെ ആൻസർ എന്താണ്? ഈസ്. അടുത്ത 2-3 ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. നെയ്തർ മൈ ബ്രദർ നോർ മൈ പാരൻസ് ഡാഷ് ടു ദ പാർട്ടി. എന്തായിരിക്കും ആൻസർ? എവിടെ മുതൽ കട്ട് ചെയ്യും? നെയ്തർ മുതൽ നോർ വരെയുള്ളത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളയുക. മൈ പേരൻസ് മാത്രമാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. സോ ആൻസർ ഇസ് മൈ പേരൻസ്. മൈ പേരൻസ് എന്താ? പ്ലൂറലാണ്. മൈ പേരൻസ് ഹാവ് കം ടു ദ പാർട്ടി. അടുത്ത ക്വസ്റ്റ്യൻ. നെയ്തർ മായ നോർ മീന ഡാഷ് ദ ആൻസർ. എങ്ങനെ കട്ട് ചെയ്യും? നെയ്തർ മുതൽ നോർ വരെ. നെയ്തർ മായ നോർ ഫുള്ളായിട്ട് കട്ട് ചെയ്യുക. ബാക്കിയുള്ളത് മീന സിംഗുലർ ആയതുകൊണ്ട് തന്നെ ആൻസർ എന്താ? മീനാർ നോസ് ദി ആൻസർ. നെയ്തർ ഹി ഓർ ഹിസ് ഫ്രണ്ട് ഡാഷ് അറൈവ്ഡ്. എന്താണ്? നെയ്തർ മുതൽ ഓർ അല്ല, അവിടെ നോറാണ് വരുന്നത്. നോർ മുതൽ വരെയുള്ള വാക്കുകൾ കട്ട് ചെയ്ത് കളയുക. ബാക്കിയുള്ളത് ഹിസ് ഫ്രണ്ട് ഡാഷ് അറൈവ്ഡ്. ഹിസ് ഫ്രണ്ട് സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഹാസ് അറൈവ്ഡ്. എയ്തർ ഹി ഓർ ഐ ഡാഷ് മിസ്റ്റേക്കൺ. എവിടെ മുതലാ? എയ്തർ മുതൽ ഓർ വരെയുള്ള പാർട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതേയില്ല. ബാക്കിയുള്ളത് മാത്രം നോക്കുക. ഐ ആം മിസ്റ്റേക്കൺ. വളരെ എളുപ്പമല്ലേ? ഇത്രയേ ഉള്ളൂ നമ്മുടെ റൂൾ നമ്പർ 2. ഫൈനൽ ആൻസർ ഇത്രയുമാണ്. ഡൗട്ടുള്ളവർ നോക്കുക. ഇനി നോട്ട് ഓൺലി ബട്ട് ഓൾസോ വരുന്ന ഒരു സെൻറ്റൻസ് നോക്കാം. നോട്ട് ഓൺലി ജോൺ ബട്ട് ഓൾസോ പീറ്റർ ഡാഷ് കം ടു ദ മീറ്റിംഗ്. എവിടെ മുതൽ കട്ട് ചെയ്യും നമ്മൾ? നോട്ട് ഓൺലി മുതൽ ബട്ട് ഓൾസോ വരെ കട്ട് ചെയ്ത് കളയും. നോട്ട് ഓൺലി ജോൺ ബട്ട് ഓൾസോ അതുവരെ നമുക്ക് ആവശ്യമില്ല. ബാക്കിയുള്ളത് മാത്രം നോക്കുക. പീറ്റർ ഡാഷ് കം ടു ദ മീറ്റിംഗ്. പീറ്റർ സിംഗുലർ അല്ലേ? പീറ്റർ ഹാസ് കം ടു ദ മീറ്റിംഗ്. അടുത്തത് നോട്ട് ഓൺലി പ്രോട്ടീൻസ് ബട്ട് ഓൾസോ വൈറ്റമിൻസ്. ഏത് മുതലാ? നോട്ട് ഓൺലി മുതൽ ബട്ട് ഓൾസോ വരെ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കളയുക. ബാക്കിയുള്ളത് വൈറ്റമിൻസ് ഡാഷ് എസെൻഷ്യൽ ഫോർ സ്മോൾ ചിൽഡ്രൻ. വൈറ്റമിൻസ് എന്ന് പറയുന്നത് പ്ലൂറലാണ്. എസ് ഉള്ളത് കൊണ്ട് അത് പ്ലൂറലാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഏതാണ്? ആണ് കറക്റ്റ്. വൈറ്റമിൻസ് ആർ എസെൻഷ്യൽ ഫോർ സ്മോൾ ചിൽഡ്രൻ. അടുത്തത് നോട്ട് ഓൺലി പ്രോട്ടീൻസ് ബട്ട് ഓൾസോ വൈറ്റമിൻ സി. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് നോട്ട് ഓൺലി മുതൽ ബട്ട് ഓൾസോ വരെ നമ്മൾ കട്ട് ചെയ്തു. വൈറ്റമിൻ സി മാത്രമാണ്. വൈറ്റമിൻ സി ഈസ് എ സിംഗുലർ വേർഡ്. സോ ദ ആൻസർ ഈസ്. അടുത്ത റൂൾ നമ്പർ 3 വളരെ എളുപ്പമാണ്. along with as well as besides not. ഇത് മാത്രമല്ല, കുറച്ചുകൂടി ഉണ്ട്. എന്നാലും നമുക്ക് തുടങ്ങുന്നത് ഇങ്ങനെ തന്നെ പഠിക്കാം. along with as well as besides not. ഇത്രയും നമ്മുടെ സെൻറ്റൻസിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇവന്മാരെ കട്ട് ചെയ്ത് കളയുക. ഇവരുടെ ആവശ്യം നമുക്കില്ല. ഓക്കെ, അപ്പോൾ ഇവരെ മൈൻഡ് ചെയ്യേണ്ട, മറന്നേക്കോ. അത് തന്നെയാണ് റൂൾ നമ്പർ 3. എക്സാമ്പിൾ പറയാം. The politician along with the newsman is expected shortly. ഇതിൻ്റെ മീനിങ് എന്താ? പൊളിറ്റീഷ്യൻ വരാൻ പോകുന്നുണ്ട്. പൊളിറ്റീഷ്യൻ ഒറ്റയ്ക്കല്ല, along with the newsman, ന്യൂസ്മെന്നും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇവർ ഒരുമിച്ച് വരുന്നുണ്ട് എന്ന് പറയാനാണ് ദ പൊളിറ്റീഷ്യൻ എലോങ് വിത്ത് ദ ന്യൂസ്മെൻ എന്ന് എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് പൊളിറ്റീഷ്യൻ എലോങ് വിത്ത് ദ ന്യൂസ്മെനകത്ത് എലോങ് വിത്ത് കണ്ടു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യരുത്. എലോങ് വിത്തിൻ്റെ കൂടെയുള്ള ആൾക്കാരെയും മൈൻഡ് ചെയ്യരുത്. എലോങ് വിത്ത് കഴിഞ്ഞ് വരുന്ന
ആ കോമ്പൗണ്ട് വേർഡ്സ് മൈൻഡ് ചെയ്യരുത്. എലോങ് വിത്ത് ദ ന്യൂസ് മെൻ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ നമ്മുടെ സെൻറ്റൻസ് എത്രമാത്രമാവും? ദ പൊളിറ്റീഷ്യൻ ഈസ് എക്സ്പെക്റ്റഡ് ഷോർട്ട്ലി. പൊളിറ്റീഷ്യനെ വെച്ച് മാത്രമാണ് നമ്മുടെ വേർബ് എഴുതാൻ പോകുന്നത്. അതേപോലെ എക്സൈറ്റ്മെൻറ്റ് ആസ് വെൽ ആസ് നെർവസ്നെസ് ഈസ് ദ കോസ് ഓഫ് ഹെർ ഷേക്കിംഗ്. ഇവിടെയും എക്സൈറ്റ്മെൻറ്റ് ആസ് വെൽ ആസ് എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, നെർവസ്നെസ്സും ഉണ്ട്. ഈ രണ്ടെണ്ണം ഉണ്ടെങ്കിലും നമുക്ക് ഇമ്പോർട്ടൻസ് ആരാ? എക്സൈറ്റ്മെൻറ്റ് മാത്രമാണ്. കാരണം എന്താ? ആസ് വെൽ ആസ് വന്നതുകൊണ്ട് അവരെ നമ്മൾ മൈൻഡ് ചെയ്യില്ല. ആസ് വെൽ ആസിൻ്റെ കൂടെ വന്നിരിക്കുന്നത് നെർവസ്നെസ് ആണ്. അത് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കളയുക. ആൻസർ എന്താ? എക്സൈറ്റ്മെൻറ്റ് ഈസ് ദ കോസ് ഓഫ് ഹെർ ഷേക്കിംഗ്. അവിടെ ഈസ് വരാൻ കാരണം എക്സൈറ്റ്മെൻറ്റ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. ദ മേയർ ആസ് വെൽ ആസ് ഹിസ് ബ്രദേഴ്സ്. മേയറും അയാളുടെ ബ്രദേഴ്സും. അപ്പോൾ മേയർ ആസ് വെൽ ആസ് ഹിസ് ബ്രദേഴ്സ് കണ്ടാൽ നമ്മൾ ആരെ മൈൻഡ് ചെയ്യില്ല? ആസ് വെൽ ആസും തുടർന്ന് വരുന്നതിനെയും മൈൻഡ് ചെയ്യില്ല. ആസ് വെൽ ആസ് ഹിസ് ബ്രദേഴ്സിനെ ഫുള്ളായിട്ട് കട്ട് ചെയ്യുക. ഈസ് ഗോയിങ് ടു പ്രിസൺ. ഓക്കെ, ഞാനിവിടെ കട്ട് ചെയ്യാൻ പറയുന്നത് എക്സാം പേപ്പറിലല്ല കട്ട് ചെയ്യാനുള്ളത്, നമ്മുടെ മനസ്സിൽ വേണം കട്ട് ചെയ്യാനുള്ളത്. ഇല്ലെങ്കിൽ സൈഡിൽ നോട്ട് ചെയ്തിട്ട് അതിൽ കട്ട് ചെയ്ത് മാറ്റുക, അല്ലെങ്കിൽ പെൻസിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് അതിന് മായ്ച്ച് കളയുക. അങ്ങനെ എന്തെങ്കിലും ചെയ്യണം കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് മാർക്ക് ചെയ്യാൻ ചില ടീച്ചേഴ്സ് സമ്മതിക്കില്ല. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആൻസേഴ്സിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആൻസറായിട്ട് നമ്മൾ എഴുതേണ്ടത് ഫുൾ സെൻറ്റൻസ് തന്നെ എഴുതുക. ആ വേർബ് മാത്രമാണ് ഐഡൻറ്റിഫൈ ചെയ്ത് എടുക്കാനുള്ളത്. ഇനി കുറച്ച് കാര്യങ്ങളും കൂടി അറിയേണ്ടത്. കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നവരെങ്കിൽ ഇത് കൂടാതെ എലോങ് വിത്ത് ആസ് വെൽ ആസ് ബിസൈഡ്സ് നോട്ട് കൂടാതെ കുറച്ച് കാര്യങ്ങളും കൂടി പഠിച്ചു വയ്ക്കാം. വിത്ത്, along with, together with, as well as, in addition to, in the company of, accompanied by. ഇത്രയും വാക്കുകളും അതിനകത്ത് ആ സെൻറ്റൻസിനകത്ത് വന്നു കഴിഞ്ഞാൽ അതിനോടൊപ്പം ചേരുന്ന സബ്ജക്ട്സിനെ ശ്രദ്ധിക്കേണ്ട. അതിന് തൊട്ട് മുന്നേയുള്ള സബ്ജക്ട്സിനെ മാത്രം നോക്കി വേർബ് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. അപ്പോൾ വിത്ത്, എലോങ് വിത്ത്, ടുഗെദർ വിത്ത്, അതിനെ മൂന്നിനെ ഒരുമിച്ച് പഠിക്കുക. ദെൻ ആസ് വെൽ ആസ് ഉണ്ട്, ഇൻ അഡീഷൻ ടു, ഇൻ ദ കമ്പനി ഓഫ്, അക്കമ്പനീഡ് ബൈ. ഇത് റെയറായിട്ട് ഈ ലാസ്റ്റ് മൂന്നെണ്ണം റെയറായിട്ടും ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. PSCക്കോ SSCക്കോ ബാങ്ക് പരീക്ഷയ്ക്കോ ആണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഇതുകൂടി ഓർത്തു വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ദ ബോയ് എലോങ് വിത്ത് ദ ടൂറിസ്റ്റ് ഡാഷ് ഗോൺ. ആ ഡാഷിനകത്ത് എന്ത് വരും എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ ക്വസ്റ്റ്യനകത്ത് എലോങ് വിത്ത് ഉണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ മുതൽ കട്ടിങ് സ്റ്റാർട്ട് ചെയ്യുക. എലോങ് വിത്ത് ടൂറിസ്റ്റ് ഇനി നമ്മുടെ മൈൻഡിൽ വരരുത്, അതിനെ നമ്മൾ നോക്കണ്ട. ബാക്കി വരുന്നതിനെ വെച്ച് മാത്രം സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യുക. ദ ബോയ് ഡാഷ് ഗോൺ. അപ്പോൾ ഏതിനെ വെച്ചിട്ടായിരിക്കും നമ്മുടെ വേർബ് വരുന്നത്? ബോയ് വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഹാസ് ഗോൺ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത് ദ ടീച്ചർ ആസ് വെൽ ആസ് ദ സ്റ്റുഡൻസ് ഡാഷ് ടുഗെദർ ഫോർ സക്സസ്. അപ്പോൾ ടീച്ചർ ആസ് വെൽ ആസ് വന്ന് എന്താ ചെയ്യുന്നത്? ആസ് വെൽ ആസ് മുതൽ കട്ടിങ് സ്റ്റാർട്ട് ചെയ്യണം. ആസ് വെൽ ആസ് കൂടെ ചേർന്ന് വരുന്ന വാക്കുകളും കൂടി കട്ട് ചെയ്ത് മാറ്റുക. ബാക്കിയുള്ളത് വെച്ച് മാത്രം വേർബ് കൺസ്ട്രക്ട് ചെയ്യുക. ദ ടീച്ചർ സിംഗുലർ ആയതുകൊണ്ട് തന്നെ ടീച്ചർ വർക്ക്സ് ടുഗെദർ ഫോർ സക്സസ്. അടുത്ത ക്വസ്റ്റ്യൻ റാണി ആസ് വെൽ ആസ് ഹെർ ഫ്രണ്ട്സ്. എവിടെ മുതൽ കട്ടിങ് സ്റ്റാർട്ട് ചെയ്യും? ആസ് വെൽ ആസ് ഹെർ ഫ്രണ്ട്സ്. അത് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കളയുക. ബാക്കിയുള്ളത് റാണി മാത്രമാണ്. റാണിയെ വെച്ചിട്ടായിരിക്കും നമ്മുടെ വേർബ് നോക്കാനുള്ളത്. റാണി സിംഗുലർ ആയതുകൊണ്ട് തന്നെ വേർബും സിംഗുലർ ആണ്. അതുകൊണ്ട് കറക്റ്റ് ആൻസർ ഹാസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഹൗസ് വിത്ത് ഇറ്റ്സ് കണ്ടൻസ് ഡാഷ് ഇൻഷുർഡ്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒളിഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ് വിത്ത് എന്ന് പറയുന്നത്. ഈ വിത്ത് എക്സാം ഹാളിൽ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കില്ല, പക്ഷേ അത് ഓർത്തോളണം. വിത്ത് ഇറ്റ്സ് കണ്ടൻസ് അത് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കളയുക. ബാക്കി വെച്ച് മാത്രം നമ്മൾ വേർബ് കൺസ്ട്രക്ട് ചെയ്യുക. ദ ഹൗസ് സിംഗുലർ ആയതുകൊണ്ട് തന്നെ ആൻസർ എന്ത് വരും? ദ ഹൗസ് വാസ് ഇൻഷുർഡ്. മനസ്സിലാകാത്തവർ ഒന്നുകൂടി നോക്കുക. ഇത്രയും സെൻറ്റൻസ് ഉണ്ട്. ഇതിൽ മഞ്ഞ കളറിൽ വരച്ചിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ബാക്കിയുള്ള സബ്ജക്റ്റ് വെച്ചിട്ട് വേണം നമ്മുടെ വേർബ് കൺസ്ട്രക്ട് ചെയ്യാൻ. ഇത്രയേ ഉള്ളൂ നമ്മൾ ഇത്രയും നേരം പഠിച്ചത്. ഒന്നുകൂടി നമുക്ക് റിവൈസ് ചെയ്താലോ. ആദ്യത്തെ റൂൾ എന്താ? സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വേർബ്, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വേർബ്. വളരെ എളുപ്പമാണ്.
എയ്തർ ഓർ, നെയ്തർ ഓർ, നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഓർ ഇത്രയും വരികയാണെങ്കിൽ എയ്തർ തുടങ്ങുന്നത് മുതൽ ഓർ വരെയുള്ളതിനെ മൈൻഡ് ചെയ്യരുത്, നെയ്തർ തുടക്കുന്ന മുതൽ നോർ വരെയുള്ളതിനെ മൈൻഡ് ചെയ്യരുത്, ഓറിന് തൊട്ട് മുന്നേയുള്ള കംപ്ലീറ്റ് മൈൻഡ് ചെയ്യരുത്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ അത് കംപ്ലീറ്റ് മൈൻഡ് ചെയ്യരുത്. മൈൻഡ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഇവരെ ഒന്നും നോക്കണ്ട, പകരം ബാക്കി വരുന്ന സബ്ജക്റ്റിനെ മാത്രം നോക്കി വേർബ് എഴുതിയാൽ മതി. അടുത്തത് വിത്ത്, എലോങ് വിത്ത്, ടുഗെദർ വിത്ത്, ആസ് വെൽ ആസ്, ബിസൈഡ്സ്, നോട്ട്. ഇത്രയും നമ്മുടെ സെൻറ്റൻസിനകത്ത് വരികയാണെങ്കിൽ ഇത് മുതൽ ഉള്ള സബ്ജക്റ്റ്, ഈ വേർഡ്സും അതിന് കൂടെ ചേർന്ന് വരുന്ന ഒന്നോ രണ്ടോ വേർഡ്സും അത്രയും ആവുമ്പോൾ സബ്ജക്ട്സ് കംപ്ലീറ്റ് ആവും. ഇത്രയും വരെ മൈൻഡ് ചെയ്യാതിരിക്കുക, ബാക്കി വെച്ചിട്ട് അതിന് തൊട്ട് മുന്നേ ഉള്ള സബ്ജക്റ്റ് വെച്ച് മാത്രം നമ്മുടെ വേർബ് ഫോം ചെയ്യുക. ഇത്രയല്ലേ നമ്മൾ പഠിച്ചുള്ളൂ. വളരെ എളുപ്പമാണ്. മനസ്സിലാകാത്തവർ ഒരു വട്ടം കൂടി ഒന്ന് കേട്ട് പഠിച്ചു നോക്കുക, നോട്ട്സ് എഴുതി പഠിച്ചു നോക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ടീച്ചർ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഈ 3 റൂൾസ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ പോലും തെറ്റിക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്